കേരള സ്കൂൾ കായികമേളയിൽ 400 മീറ്റർ ഹഡിൽസിൽ 4-ൽ 3 സ്വർണവും തിരുവനന്തപുരം GV രാജ സ്കൂളിന്. ജൂനിയർ ആൺകുട്ടികളുടെ 400 മീറ്റർ ഹഡിൽസിൽ ശ്രീഹരി മീറ്റ് റെക്കോർഡോടെയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. സീനിയർ ആൺകുട്ടികളിൽ മുഹമ്മദ് മൂസ, ജൂനിയർ പെൺകുട്ടികളിൽ ശ്രീനന്ദ എന്നിവരും GV രാജയിലേക്ക് ഒന്നാം സ്ഥാനം എത്തിച്ചു. തിരുവനന്തപുരത്ത് നിന്നും അനിൽ വാസ്തവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി. കേരള സ്കൂൾ കായികമേള അത്ലറ്റിക്സിലെ ആവേശ പോരാട്ടങ്ങൾ തുടരുകയാണ്. 400 മീറ്റർ ഹഡിൽസ് മത്സരങ്ങളാണ് സമാപിച്ചത്. അതിൽ 4 ഇവന്റുകളിൽ 3-ലും സ്വർണം നേടിയത് തിരുവനന്തപുരം GV രാജയുടെ കുട്ടികളാണ്. അതിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ ജൂനിയർ ആൺകുട്ടികളുടെ 400 മീറ്റർ ഹഡിൽസിൽ ശ്രീഹരി മീറ്റ് റെക്കോർഡോടെയാണ് സ്വർണം സ്വന്തമാക്കിയത്. സീനിയർ ആൺകുട്ടികളിൽ മുഹമ്മദ് മൂസ, ജൂനിയർ പെൺകുട്ടികളിൽ ശ്രീനന്ദ എന്നിവരും GV രാജയിലേക്ക് ഒന്നാം സ്ഥാനം എത്തിച്ചു. സീനിയർ പെൺകുട്ടികളിൽ പാലക്കാടിന്റെ വിഷ്ണു ശ്രീക്കാണ് സ്വർണം സ്വന്തമാക്കിയത്. 800 മീറ്റർ മത്സരങ്ങൾ കൂടിയാണ് ഇന്നത്തെ സമാപിക്കാനുള്ള ഫൈനൽ പോരാട്ടങ്ങൾ. എന്തായാലും പാലക്കാടും മലപ്പുറവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതേസമയം സ്കൂളുകളിൽ നിലവിലെ ചാമ്പ്യന്മാരായ കഴിഞ്ഞ 3 എഡിഷനിലും ചാമ്പ്യന്മാരായ ഐഡിയൽ കടകശ്ശേരി 4ാം ചാമ്പ്യൻഷിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയും കണ്ടും. ഗെയിംസ് ഇനങ്ങളിൽ തിരുവനന്തപുരത്തിന്റെ ആധിപത്യമാണ്. അതുപോലെ തന്നെ ഇന്ന് കളരി അടക്കമുള്ള മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഗെയിംസ് മത്സരങ്ങളിലേക്ക് വരുന്നതാണെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു മത്സരം ഉണ്ടായിരുന്നത് ഫുട്ബോൾ മത്സരമാണ്. അതിൽ കോഴിക്കോടിനെ തോൽപ്പിച്ചുകൊണ്ടാണ് മലപ്പുറം സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായത്. ഷൂട്ടൌട്ടിലായിരുന്നു ഈ മലപ്പുറത്തിന്റെ ജയം. ഒപ്പം തന്നെ ഗെയിംസ് വിഭാഗത്തിൽ തിരുവനന്തപുരത്തിന്റെ അപ്രമാദത്തിന് വെല്ലാനാളില്ല. ഓവറോൾ ചാമ്പ്യൻഷിപ്പിലും ഇതേ കാര്യം തന്നെയാണ്. 1500 പോയിന്റും കടന്ന് കുതിക്കുകയാണ് തിരുവനന്തപുരം. ഇനി ആവേശ പോരാട്ടങ്ങൾ നാളെയും തുടരും. അത്ലറ്റിക്സിലും ഇതേ പോരാട്ടങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഏത് ജില്ലയ്ക്കായിരിക്കും അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പ്, ഏത് സ്കൂളായിരിക്കും സ്കൂൾ വിഭാഗ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരാവുക എന്നതിൽ മാത്രമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.